ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പൊട്ടാറ്റോ കറിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വെജിറ്റേറിയൻസിന് വളരെ ഇഷ്ടപ്പെടും ഈ കറി. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണിത്. കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്, പക്ഷേ വളരെ ഡെലീഷ്യസ് ആണ്. ഇതിനകത്ത് ചേർത്തിരിക്കുന്നതെല്ലാം നമ്മൾക്ക് ഹെൽത്തിന് വളരെ ഗുണമുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു മൺചട്ടിയിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ടത് 2 മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടാറ്റോ ആണ്. ഒരു വലിയ തക്കാളിയുടെ പകുതി വേണം. പിന്നെ ഒരു ചേമ്പിൻ്റെ താള് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു താള് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അത് കിട്ടാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. അതിന് പകരം എന്താ ചേർക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. പൊട്ടാറ്റോക്ക് മാത്രമുള്ള ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് പൊട്ടാറ്റോ നന്നായിട്ട് വെന്ത് വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കുക. അപ്പോൾ പൊട്ടാറ്റോ വേകുന്ന സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു വലിയ സവാള ചോപ്പ് ചെയ്തത് ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള നന്നായിട്ട് വഴന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്യണം. കളർ ചേഞ്ച് ആവുന്ന സമയത്താണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കുക്കാകുന്ന മണം വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇതിലധികം മസാലകളൊന്നും ചേർക്കാത്തൊരു പൊട്ടാറ്റോ കറിയാണ് കേട്ടോ ഇത്. നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക. കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് ഇതിന് പകരം റെഡ് ചില്ലി പൗഡർ ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് ചൂടായി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. കുറച്ച് വേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വേപ്പിലയൊക്കെ ഒന്ന് ചൂടായി അതിൻ്റെ മണമൊക്കെ വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത ടൊമാറ്റോ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അതിൽ ബാക്കി ഒരു 2 ടീസ്പൂൺ പൊട്ടാറ്റോയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു വേവിച്ചതിൻ്റെ. അത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ്. അതില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയിലെ വെള്ളം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുക്കാകും. പൊട്ടാറ്റോ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ താള് ചേർത്ത് കൊടുക്കാം. ചേമ്പിൻ താളിനധികം വേവൊന്നും ഇല്ലാത്തതാണ്. പെട്ടെന്ന് ആവിയിൽ തന്നെ വേകുന്ന ഒരു വെജിറ്റബിളാണിത്. ചേമ്പിൻ താള് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്യേണ്ട. നമ്മളിത് കവർ ചെയ്ത് ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. 3 മിനിറ്റിന് ശേഷം നന്നായിട്ട് ആവി വന്നിട്ടുണ്ടാവും. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഈ പൊട്ടാറ്റോ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഈ താള് നന്നായിട്ട് ചുരുങ്ങി പൊട്ടാറ്റോ കഷ്ണങ്ങളുമായിട്ട് നന്നായിട്ട് മിക്സപ്പ് ആകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ താളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാനുണ്ട്. നമ്മൾ തക്കാളിക്കും ചേമ്പൻ താളിനും വേണ്ട ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. നമ്മൾ പൊട്ടാറ്റോ മാത്രമാണ് ഉപ്പ് ചേർത്തത്. അതുകൊണ്ട് 2 പിഞ്ച് ഉപ്പ് ഇതിൻ്റെ പുറത്തൊന്ന് സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം മൂടി വെച്ച് 1 മിനിറ്റ് കുക്ക് ചെയ്യാം. 1 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കും. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പൊട്ടാറ്റോ കറിയാണിത്. ചേമ്പിൻ താള് അവൈലബിൾ അല്ലാത്തവർ പച്ച നിറത്തിലെ ബ്രിഞ്ചാളില്ലേ, വഴുതനങ്ങ പച്ച നിറത്തിലെ നീളത്തിലുണ്ടാവും. അത് 1 അല്ലെ 2 കട്ട് ചെയ്ത് ചേർത്താൽ മതിയാവും നേരിയതായിട്ട്. അതിനും അധികം വേവൊന്നും ഇല്ലാത്തതാണ്. പെട്ടെന്ന് വെന്ത് കിട്ടും ആവിയിൽ. അപ്പോൾ അത്
ചേർത്തും ഈ പൊട്ടാറ്റോ ഇതുപോലെ കറി വെച്ചെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. ചോറിന് വളരെ നല്ല കോമ്പിനേഷനാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറിയില്ലാണ്ട് വയറ് നിറച്ചും ചോറ് തിന്നാം. ചപ്പാത്തിക്കും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.